നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരള സദ്യയിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. മധുരവും പുളിയും എരിവും ഒരുപോലെ ഇടചേർന്ന ഈ വിഭവം വെറും ഒരു കറിയല്ല, ഓരോ രുചിയും ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമാണ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ പരമ്പരാഗത ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കേരള സ്റ്റൈൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഫ്രഷായ ഇഞ്ചി 1 കപ്പ്, ഗ്രീൻ ചില്ലി 2-3 എണ്ണം, പുളി 1 നാരങ്ങ വലിപ്പത്തിൽ, ശർക്കര 1-2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ 3-4 ടേബിൾ സ്പൂൺ, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് 2-3 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന വിധം: ആദ്യം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിയുക. അരിഞ്ഞ ഇഞ്ചി കുറച്ച് വെള്ളത്തിലിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം വെള്ളം വാർത്ത് മാറ്റിവെക്കുക. ഇത് ഇഞ്ചിയുടെ കഠിനമായ എരിവ് കുറയ്ക്കാൻ സഹായിക്കും. അതേസമയം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് പുളി ഇട്ട് വെക്കുക. ഇനിയും ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് നന്നായി ഇളക്കുക. ഇഞ്ചി നന്നായി വറുത്തതിന് ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് ആവശ്യമായ എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1-2 വറ്റൽമുളക് ആഡ് ചെയ്യുക. അതിലേക്ക് 1-2 പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുക. അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുക. എന്നിട്ട്
എല്ലാ മസാലപ്പൊടിയും നന്നായി ഇളക്കുക. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക. അതിലേക്ക് നേരത്തെ ഇഞ്ചി പിഴിഞ്ഞ വെള്ളം കട്ട് കളഞ്ഞത് ചേർക്കുക. കുറച്ച് തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് വെള്ളം പറ്റി ഓയിൽ തെളിയുന്നത് വരെ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജാഗരി പൗഡർ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി തയ്യാറായി. ജീവിതവും ഇഞ്ചിക്കറി പോലെയാണ്. ചില നിമിഷങ്ങൾ മധുരമുള്ളതും ചിലത് പുളിയുള്ളതും ചിലത് എരിവേറിയതുമാകാം. എന്നാൽ അവയെല്ലാം ക്ഷമയോടെ സ്വീകരിച്ച് അനുഭവങ്ങളുടെ ചൂടിൽ പാകമാകുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ രുചി ലഭിക്കുന്നത്. സ്നേഹത്തോടെ പാചകം ചെയ്യൂ, സന്തോഷത്തോടെ പങ്കുവെക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി നിങ്ങളുടെ സ്നേഹം അറിയിക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള ഹൃദയസ്പർശിയായ വിഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവെക്കുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങളുടെ പുതിയ യാത്രകൾക്ക് പ്രചോദനമാണ്. വീണ്ടും ഒരു മനോഹരമായ അനുഭവമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.